മെസ്സിയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കാൽവരി യാത്രയിലെ വീണ്ടും നമ്മൾ 6-ാം ദിനം കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോട് നമ്മളായിരിക്കുന്നു. നമുക്കറിയാം, അനുദിന ജീവിതത്തിൽ നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥന നടത്തുന്നു. പ്രാർത്ഥനാ വിശ്വാസത്തോടെയും എല്ലാ വിശ്വാസികളും ഈ നോയമ്പ് കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോയി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വാസികൾ ശരിക്കും അവർക്ക് ചെയ്യേണ്ട ദൗത്യം അവർ പൂർത്തിയാക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവിശ്വാസത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്, അനുഗ്രഹത്തിൽ ജീവിക്കുന്നുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ട്. നമ്മൾ കുമ്പസാരിച്ച് നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ടെന്നറിയാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വചനഭാഗം വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യമാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും അധികം വായിച്ച ഒരു വചനഭാഗമാണ്. നിനക്ക് എൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നമുക്കറിയാം, ഈ വിശുദ്ധ പൗലോസ്ലയുടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഈ ഒരു വാക്യം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മുള്ളുണ്ടായിരുന്നു, ഒരു വലിയൊരു സങ്കടമുണ്ടായിരുന്നു. അത് കർത്താവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവെ ഇത് എടുത്തു കളയണേ. അപ്പോൾ പൗലോസിൻ്റെ ഒരു വലിയ വിശ്വാസം ദൈവം ഇത് എടുത്തു കളയും എന്നാണെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇത്രേ ഉള്ളൂ, നിനക്കെൻ്റെ കൃപ മതി. അപ്പം നമ്മുടെ ജീവിതത്തിലും വർഷങ്ങളായി ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, കർത്താവ് ഇത് എടുത്തു കളയണേ, ഇത് മാറ്റണം, ഈ സങ്കടത്തിൽ എനിക്ക് ജീവിക്കാൻ വയ്യ, ഈ സങ്കടത്തോടെ എനിക്ക് മുമ്പോട്ട് പോകാൻ വയ്യ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കണം, കർത്താവ് നമ്മൾ ഓരോ വ്യക്തിയോടും പറയുന്നൊരു വചനഭാഗം ഇത് തന്നെയാണ്, നിനക്കെൻ്റെ കൃപ മതി. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം അനുഗ്രഹമായി തീരും. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ എല്ലാം കൃപയായി തീരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമുക്ക് മനസ്സിലാകണം, ഈ കൃപ 3 തരത്തിലാണ്. ഒന്നും രക്ഷിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു. രണ്ടാമത്തെ ഒരു കൃപ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന കൃപ, സസ്റ്റെയിനിങ് ഗ്രേസ്. അതെന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവം എനിക്ക് കൃപ തരും. മൂന്നാമത്തെ ഒരു കൃപ എന്ന് പറഞ്ഞാൽ എനേബിളിംഗ് ഗ്രേസ്, അത് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൃപ. അതായത് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവം നമ്മളോടത് ചെയ്യിക്കും, തനിച്ചത് ചെയ്യിക്കും. അപ്പം 3 കൃപയാണ്. ദൈവം നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്, ദൈവം നമ്മളെ നിലനിർത്തുന്നുണ്ട്, ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ശക്തി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ശക്തി എവിടെയാണ് പ്രകടമാക്കണമെന്നറിയോ? നമ്മുടെ കുറവിലാണ് കർത്താവിൻ്റെ ശക്തി ഏറ്റവും അധികം പ്രകടമാക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മടുത്ത് കിടക്കുകയാണ്. ചിലപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വളരെ വിഷമത്തോടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുകയും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുള്ളത് അല്ലെങ്കിൽ ഒരു ബലഹീനതകളുള്ളത്, അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ബലഹീനതയിൽ ഇറങ്ങി വന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം നമ്മൾ കാണുമ്പോൾ സങ്കടം അല്ലെങ്കിൽ ഭാരം അവന് ഇഷ്ടമല്ല, വേദനകൾ അവന് ഇഷ്ടമല്ല. പക്ഷെ ഈ വേദന വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെ കാണാൻ പറ്റുന്ന വലിയൊരു സത്യം, ഈ വേദനയിൽ കർത്താവുണ്ട് എന്നൊരു വലിയ സത്യമാണെന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരും കുറവല്ല. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, എത്ര വലിയ പ്രശ്നമായാലും നമ്മൾ ഓടുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മനുഷ്യൻ കിടന്ന് ഓടുകയാണ്, കഷ്ടപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്, ഭാരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷേ ഈ സങ്കടത്തിനിടയിലെല്ലാം വിശുദ്ധ പൗലോസിനോട് പറഞ്ഞതുപോലെ നിനക്കെൻ്റെ കൃപ മതി. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ വിചാരിക്കാം, എനിക്ക് നോയമ്പെടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭക്ഷണം വർജിക്കാൻ പറ്റത്തില്ല, എനിക്ക് പാപം വർജിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, മദ്യപാനം ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ ജസ്റ്റ് ചിന്തയാണെന്ന്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒരു ചിന്ത എന്ന നിലയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഈ ചിന്തയ്ക്കെല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്. എത്ര വലിയ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചാലും ദൈവം അത് നടത്തിത്തരും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കാം, എൻ്റെ കഴിവിൻ്റെ ശക്തി എവിടെ തീരുന്നോ അവിടെയാണ് കർത്താവിൻ്റെ കൃപ തുടങ്ങാൻ പോകുന്നത്. അതായത് ഞാനെന്ന വ്യക്തി
ഓടി 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 എല്ലാം ചെയ്തു ഞാൻ തോറ്റു, മടുത്തു. ഞാൻ എവിടെ മടുത്ത് നിന്നോ അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവും, അവിടെ ദൈവത്തിൻ്റെ ശക്തി തുടങ്ങും. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം ഇതുപോലെ എഴുതിയിട്ടുണ്ട്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ശക്തനാക്കുന്നവൻ ദൈവമാണ്. ആ ദൈവത്തിലൂടെ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ നൊയമ്പ് കാലം അനുഗ്രഹത്തോടും സമാധാനത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.